പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ ഒരു പ്രത്യേക വിഷയം ദൈവമക്കളോട് ഷെയർ ചെയ്യുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രാരംഭത്തിലൊരു കാര്യം പറയാം. നമ്മൾ ദൈവവചനത്തിലെ സത്യങ്ങളെക്കുറിച്ച് വചനവിരുദ്ധമായ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ തെറ്റിലേക്ക് ദൈവമക്കൾ പോകരുത്, അത്തരം അബദ്ധങ്ങളിൽ ചാടരുത് എന്ന് കരുതിയിട്ട് നിത്യതയ്ക്ക് വേണ്ടി ജനത്തെ ഒരുക്കുവാൻ നമ്മൾ ചില തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വിമർശനമാണ്, വിധിയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളുടെ ഇടയിൽ ഇതൊന്നും കേൾക്കരുത് എന്ന് പറയുന്ന ഒരു തന്ത്രം പിശാച് നമ്മുടെ ഇടയിൽ ശക്തമായി ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഞാൻ ഈ ചാനലിലൂടെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് സത്യവചനമാണെന്നും അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും അതെന്തെങ്കിലും തരത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല എന്നും ബോധ്യമുള്ള സഹോദരങ്ങളാണ് ഈ ചാനലിലൂടെ എന്നെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള നാളുകളിലും ദൈവവചനത്തിൻ്റെ പഥ്യോപദേശങ്ങൾ, സത്യമായ വചനങ്ങൾ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിന്ന് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ അത് പ്രയോജനമായി തീരുന്ന ദൈവവചന പഠനങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ തുടർന്നുണ്ടായിരിക്കും. അതിന് ഏതൊക്കെ വാതിലുകൾ കൊട്ടിയടച്ചാലും എവിടെയൊക്കെ തടയിടുവാൻ ശ്രമിച്ചാലും ശക്തിയുക്തം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് ബുദ്ധിമുട്ടുള്ളവർ ചാനൽ ഫോളോ ചെയ്യാതെ അൺഫോളോ ചെയ്ത് പോകേണ്ടതാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമായി ദൈവജനം, ദൈവമക്കൾ, വിശ്വാസികൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ കുമ്പനാട് കൺവെൻഷനിൽ നമ്മൾ പ്രധാനമായും മുഴങ്ങിക്കേട്ട ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗം ശ്രീമാൻ ബാബു ചെറിയാൻ എന്ന് പറയുന്ന ആൾ പ്രസംഗിച്ചു. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ MLA MP ഒക്കെ ഉണ്ടാകണം, നമ്മളൊരു വലിയ ജനമാണ്, നമ്മളിപ്പം വലിയ എണ്ണത്തിൽ പെരുപ്പമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ശക്തമായി സംസാരിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷനിൽ ബാബു ചെറിയാൻ്റെ പ്രസംഗത്തെ ശരിവെച്ചുകൊണ്ട് AGയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ TJ ശമുവേൽ അദ്ദേഹം ബാബു ചെറിയാൻ്റെ പ്രസ്താവനയെ ഒന്നുകൂടെ ഉറപ്പിക്കുന്ന നിലയിൽ ആയിരക്കണക്കിന് ദൈവമക്കൾ കൂടിയിരിക്കുന്ന വേദിയിൽ പരസ്യമായി പ്രസംഗിച്ചു. അത് ലൈവായിരുന്നു. അപ്പോൾ ആ ഗ്രൗണ്ടിൽ ഇരുന്നവരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ലൈവ് കണ്ടവരുമായ എല്ലാ മലയാളികളും ഓൾറെഡി പരസ്യമായി അത് കേട്ട് കഴിഞ്ഞു. ഇത്രയും പരസ്യമായി പ്രസംഗിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് അത് ദൈവവചന അടിസ്ഥാനത്തിൽ ശരിയാണോ തെറ്റാണോ എന്ന് ഷമീർ കൊല്ലം പരിശോധിക്കുമ്പോൾ അത് അയാളെ ഫോണിൽ ചെവി വിളിച്ചു പറഞ്ഞൂടെ എന്ന് പറയുന്ന ഉടായ്പുമായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ഇത് പബ്ലിക്കിൽ പ്രസംഗിച്ചതാണ്, ലൈവിൽ പ്രസംഗിച്ചതാണ്, ലോകത്തുള്ള എല്ലാ മലയാളികളും കണ്ടും കേട്ടും കഴിഞ്ഞതാണ്. പ്രാരംഭത്തിൽ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നമ്മുടെ ഇടയിൽ ഇപ്രാവശ്യം പഞ്ചായത്തിൽ ഏതാണ്ട് കേരളത്തിൽ 100ഓളം ബന്ദിക്കോസ്തുകാർ ജയിച്ചു വന്നു എന്നാണ് കേട്ടത്. തുടങ്ങിയിരിക്കുന്നു. അത് മാനുഷിക ഭരണം, അത് വർദ്ധിക്കട്ടെ. നിശ്ചയമായും ബന്ദിക്കോസ്തുകാർ രാജ്യഭരണത്തിൽ പ്രവേശിക്കേണ്ടത് ദേശത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെയും ആവശ്യമാണ്. നമുക്ക് സ്വന്തമായി ഒരു MLAയോ MP യോ ഒക്കെ ഈ രാജ്യത്തുണ്ടാകേണ്ടത് ഈ രാജ്യത്തിലെ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ തീരെ ചെറിയ ഒരു സംഖ്യ അല്ല, ഒരു വലിയ സംഖ്യ പെന്തിക്കോസ്തുകാർ കേരളത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലുമുണ്ട് എന്ന് നമ്മൾ അറിയണം. ഇത് നമ്മുടെയും കൂടി അവകാശമാണ്, ഈ രാജ്യത്തിൻ്റെ ഭരണവും കാര്യങ്ങളും. ആകയാൽ അതും കൂടി ദൈവജനം ഉത്സാഹിക്കേണ്ടതും ആവശ്യമാണ്. അതിനെ നിരുത്സാഹപ്പെടുത്തി ഇതെല്ലാം ലോകമയത്വമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ശാസ്ത്രം നിർത്തി ദൈവഭക്തരായവർ, ദൈവം അകത്ത് വാഴുന്നവർ നീതിയോടെ ന്യായത്തോടെ രാജ്യത്തിന് സമ്മാനം കൊടുക്കാൻ, രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ എഴുന്നേൽക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി കൃത്യമായിട്ട് പാസ്റ്റർ TJ ശമുവേൽ അദ്ദേഹം ഈ ആയിരക്കണക്കിന് മുമ്പിലിരിക്കുന്ന ദൈവമക്കളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമ്മളെ ഇടയിൽ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, നിരുത്സാഹപ്പെടുത്തരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ജനങ്ങൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന,
അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ശുശ്രൂഷകൻ ഇത്തരമൊരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട വിശ്വാസികൾ അല്ലെങ്കിൽ വചനത്തിൽ വലിയ പരിജ്ഞാനമില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള വിശ്വാസികളൊക്കെ ഇതൊരു വേദവാക്യമായോ അല്ലെങ്കിൽ ദൈവാത്മാവ് പറഞ്ഞ ആലോചനയായിട്ടോ ഒക്കെ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം, ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കരമേ അല്ല, തികച്ചും പൈശാചികമായ ഒരു തന്ത്രമാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ദൈവസഭയ്ക്കകത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് തെറ്റാണ് എന്ന് പറയുന്നത്? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ദൈവമക്കൾ ശ്രദ്ധിക്കണം ദയവായിട്ട്. കാരണം ഈ കേൾക്കുന്നതിന് മുമ്പേ വിമർശനമാണെന്നും പറഞ്ഞ് വിധി എഴുതി മാറിപ്പോകരുത്. ഇത് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പറയുന്നതായി ദയവായി മനസ്സിലാക്കണം. ശ്രദ്ധിക്കൂ, രാഷ്ട്രീയം വേണ്ട എന്നാണോ നമ്മൾ പറയുന്നത്? ഒരിക്കലുമല്ല. ലോകത്ത് രാഷ്ട്രീയം ആവശ്യമാണ്. നാം നിലനിൽക്കുന്ന രാജ്യത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഭരണാധികാരികൾ ആവശ്യമാണ്. ദൈവവചനം തന്നെ നമ്മളോട് പറയുന്നു, നമുക്ക് മേലെ ഇരിക്കുന്ന അധികാരികളെ ഓർത്ത് നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അത് ഏത് പാർട്ടിക്കാരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും മാനുഷികമായി നമ്മെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് നാം കീഴ്പ്പെട്ടിരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളത് വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ പൗരന്മാരുടെ കടമയാണ്. അതിനെ ബൈബിൾ എതിർക്കുന്നില്ല. ഞാൻ ഒന്നുകൂടി പറയാം, രാജ്യം ഭരിക്കുന്ന അധികാരികൾക്ക് ദൈവമക്കളാകുന്ന നാം ഉൾപ്പെടെയുള്ള പൗരന്മാർ കീഴടങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ ദൈവമക്കൾക്ക് ഒരു ചെറിയ വ്യത്യാസം അതിൽ നിന്നുണ്ട്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഒരു ചെറിയ വ്യത്യാസം അതിൽ നിന്നുണ്ട്. എന്താണ് ആ വ്യത്യാസം? പറയാം. രാജ്യത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ വചനത്തിന് എതിരായി വരുമ്പോൾ ഒരു ദൈവവൈതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവവചനത്തിനാണ്. അല്ലാത്തപ്പോഴെല്ലാം രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് നമ്മൾ കീഴടങ്ങുക തന്നെ വേണം, അനുസരിക്കുക തന്നെ വേണം. എന്നാൽ രാജ്യത്തിൻ്റെ നിയമം ദൈവവചനത്തിന് വിരോധമായി വന്നാൽ ദൈവമക്കൾ ജീവൻ കൊടുത്തും പ്രാധാന്യം കൊടുക്കേണ്ടത് വചനത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി 1-2 തെളിവുകൾ പറയാം. രാജ്യം ഭരിക്കുന്ന രാജാവ്, അഹശ്വേരോശ് രാജാവ് പറയുന്നു, എല്ലാവരും ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യനെ കുമ്പിടണം. പക്ഷെ മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിൽ ഇരിക്കുന്ന ന്യായപ്രമാണം പറയുന്നു, യാതൊരു മനുഷ്യന്റെ മുമ്പിൽ വണങ്ങരുത്, ദൈവമാണ് മഹത്വത്തിനും ആരാധനയ്ക്കും യോഗ്യൻ, മനുഷ്യന്റെ മുമ്പിൽ കുമ്പിടുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നുള്ള പ്രമാണം കയ്യിലിരിക്കുന്ന മൊർദെഖായി അതിന് തയ്യാറാകുന്നില്ല. കാരണം അവിടെ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ വിലയേക്കാൾ മൊർദെഖായി എന്ന ദൈവവൈതൽ പ്രാധാന്യം കൊടുത്തത് കയ്യിലിരിക്കുന്ന ന്യായപ്രമാണത്തിന് വേണ്ടിയാണ്. ഇനിയും ദാനിയേലിന്റെ കാലഘട്ടം പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ സകലരും നമസ്കരിക്കണമെന്ന് രാജകൽപ്പന പുറപ്പെടുമ്പോൾ, നോക്കൂ, അങ്ങനെ ചെയ്യാതിരിക്കുന്ന ആളുകളെ തീച്ചൂളക്കകത്തിട്ട് കളയുമെന്ന് പറയുമ്പോൾ, അതായത് ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇങ്ങനെ ഈ നിയമം അനുസരിച്ചില്ലെങ്കിൽ സ്വന്തം ജീവിതം അവിടെ അവസാനിക്കുകയാണെന്നുള്ള ഒരു ശിക്ഷാവിധി അപ്പുറത്ത് കിടക്കുമ്പോഴും ശദ്രക്ക്, മേശക്ക്, അബീദനഗോ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാർ സംഘം അവർ പറയുന്നത് രാജാവിൻ്റെ കൽപ്പനയെക്കാളും ഞങ്ങൾക്ക് വലുത് ദൈവത്തിൻ്റെ പ്രമാണമാണ് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകും. രാജ്യത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി വന്നാൽ ദൈവവൈതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിനാണ്. അല്ലാത്ത പക്ഷം രാജ്യത്തെ നിയമങ്ങളും രാജ്യത്തെ ഭരണാധികാരികളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ നമുക്ക് അനിവാര്യമാണ്. ഇനി 2ാം ഘട്ടം, ഈ ദൈവസഭയ്ക്ക് ഇത് പാടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ തിരുവചന ഭാഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ്? ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു. എന്നിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന അരുത്. നിങ്ങളുടെ ഇടയിൽ അത് വേണ്ട. ഒരാൾ തലപ്പത്ത് കയറിയിരുന്ന് മറ്റേയാളെ അടക്കി ഭരിക്കുന്ന ആ അടിമത്വപരമായ പരിപാടി നമ്മുടെ ഇടയിൽ വേണ്ട. ഇത് സെക്കുലർ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞതെന്ന് കൂടി ഞാൻ പറയട്ടെ. സെക്കുലർ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ഇത് പറഞ്ഞത്. ശിഷ്യന്മാരുടെ ഇടയിൽ എനിക്ക് സ്ഥാനം വേണം, അവന് സ്ഥാനം വേണം എന്ന് പറയുന്ന ആ സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. അർത്ഥാൽ ഇത് ബാധകമാകുന്നത് സെക്കുലർ രാഷ്ട്രീയ സംബന്ധമായ വിഷയത്തിലല്ല, സഭയ്ക്കകത്തെ രാഷ്ട്രീയത്തിൽ ഈ വാക്യം ബാധകമാണ്. സഭയ്ക്കകത്ത് അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്നു, കസേരയ്ക്ക് വേണ്ടി കേസ് കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും ഉന്തും തള്ളും പിടിയും വലിയ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതെല്ലാം ഈ ദൈവവചനത്തിനെതിരാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എന്ത് ചെയ്യണം? ദാസനാകണം.
കർത്താവ് പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ പുറംകാലം കൊണ്ട് തട്ടിക്കളയുന്ന ഇവർക്കൊന്നും ഈ വാക്യം പുല്ലുവിലയായിരിക്കും, അത് നമ്മുടെ മാറ്ററല്ല. പക്ഷെ വചനത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് മാറ്ററാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു ദൈവസഭയ്ക്കകത്ത് ഇത്തരം ഒരു രാഷ്ട്രീയം വേണ്ട. അപ്പോൾ ഇത് അകത്തെ കാര്യമാണ് പറയുന്നത്. ഇനി ദൈവമക്കൾക്ക് സെക്കുലർ രാഷ്ട്രീയത്തിൽ പുറത്തേക്കിറങ്ങാമോ എന്നുള്ളതാണ് ഇപ്പം നമ്മളിവിടെ ചിന്തിക്കുന്ന വിഷയം. വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ വായിച്ച വേദഭാഗം അകത്ത് ഒരു തെരഞ്ഞെടുപ്പോ രാഷ്ട്രീയ കളിയോ വോട്ടെടുപ്പ് പരിപാടിയോ ഒന്നും അകത്ത് വേണ്ട. അകത്ത് തെരഞ്ഞെടുക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. അതെങ്ങനെ പ്രാർത്ഥിച്ച് ചീട്ടിട്ടു എന്നാണ് 1-ാം നൂറ്റാണ്ടിൽ കാണുന്നത്. ഇന്ന് ചീട്ടിടാൻ പറ്റിയില്ലെങ്കിൽ പോലും പരിശുദ്ധാത്മാവുള്ള ദൈവദാസന്മാർ ഒരുമിച്ചിരുന്ന് ഏകകണ്ഠേന ഐക്യകണ്ഠേന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതും ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്നതും വിശുദ്ധിക്കും വേർപാടിന് വേണ്ടി നിൽക്കുന്നതും ജീവിത സാക്ഷ്യമൊക്കെ ഉള്ള ഒരാൾ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുക എന്നുള്ള പറയുന്നത് മനോഹരമാണ്. പക്ഷെ അതൊന്നും ഇവിടെ നടക്കത്തില്ല, നടക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അതങ്ങ് മാറ്റി നിർത്താം. വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന് ഈ സെക്കുലർ രാഷ്ട്രീയത്തിൽ ഇറങ്ങി നമ്മുടെ അകത്തും ഒരു MLA MP മന്ത്രി ഒക്കെ ഉണ്ടാകണം എന്ന് പറയുന്ന ഈ ഒരു പഠിപ്പിക്കൽ, ഇത് ദൈവസഭയെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന പഠിപ്പിക്കലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ദൈവമക്കൾക്ക് ഈ പറയുന്ന ഉപദേശം ഏറ്റെടുക്കുവാനായിട്ട് സാധ്യമല്ല. എന്തുകൊണ്ട് അത് പാടില്ല, എന്തുകൊണ്ട് അത് സാധ്യമല്ല എന്ന് ദൈവമക്കൾ ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം, ഈ ലോകം ദൈവമക്കൾക്ക് ഒരിക്കലും അനുകൂലമല്ല. അത് കർത്താവ് തന്നെ നമ്മളോട് പഠിപ്പിച്ചില്ലേ? നിങ്ങൾ ലോകക്കാർ ആയിരുന്നെങ്കിൽ ലോകം തങ്ങൾക്ക് സ്വന്തമായവരെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ്. യോഹന്നാന്റെ സുവിശേഷം 15:19 കിടക്കുന്ന വാക്യമാണത്. അപ്പൊ യേശു ക്രിസ്തു ഓൾറെഡി പ്രസ്താവിച്ചിരിക്കുന്നു, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഈ ലോകം പ്രതികൂലമായിരിക്കുമെന്നും അവരെ ഉപദ്രവിക്കുമെന്നും കർത്താവ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും കർത്താവ് പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ഒരു 10 ചെന്നായുടെ നടുവിൽ ഒരു കുഞ്ഞാട് പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥയെന്നൊന്ന് ഇമാജിൻ ചെയ്യൂ. അതിൻ്റെ രോമം പോലും ബാക്കി കിട്ടാത്ത രീതിയിൽ അതിനെ കടിച്ചു കീറിക്കളയും. അത്തരം ഒരു അവസ്ഥയിലേക്കാണ് ഒരു ദൈവ പൈതൽ സുവിശേഷവുമായ ലോകത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് കർത്താവ് പഠിപ്പിച്ചതാണ്. ഇതിവിടെ സംഭവിക്കണ്ടേ? ഈ ലോകം നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, ഈ ലോകം നമ്മളെ പഴിക്കുമ്പോൾ, നമ്മളെ സഹായിക്കുവാൻ നമുക്കൊരു സഹായത്തിനായിട്ടൊരു MLA MP ഒക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഈ ലോകത്തിൽ സംഭവിക്കണ്ടേ? അത് നടക്കണ്ടേ? അതിന് വിരോധമായ ചിന്തയല്ലേ ഇത്? ഇനി അപ്പോസ്തലന്മാരെന്താ പഠിപ്പിച്ചത്? നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്നല്ലേ വായിക്കുന്നത് തിരുവെഴുത്തിൽ. ഇനി വീണ്ടും, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം സഹിച്ചാൽ അത്രേ എന്ന് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നല്ലേ. ഇനി തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ എന്താ പറഞ്ഞത് പൗലോസ്? യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. ഉണ്ടാകാമെന്നോ സംഭവിക്കാമെന്നോ അല്ല, ഉണ്ടാകും. അപ്പം ഒരു വ്യക്തി, ഞാനോ നിങ്ങളോ, എനിക്ക് യേശുക്രിസ്തുവിൻ്റെ ഭക്തനായി ജീവിക്കണം എന്ന് ഏത് കാലം വരെ ആഗ്രഹിക്കുന്നോ ആ കാലം വരെ ലോകം നമുക്ക് അനുകൂലമല്ല, ലോകം നമുക്ക് യോഗ്യമല്ല, ലോകം സുവിശേഷത്തെ അംഗീകരിക്കില്ല. അപ്പോൾ എന്നും സുവിശേഷത്തിനും ദൈവമക്കൾക്കും ലോകം യോഗ്യമല്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ എഴുതിയത്, ലോകം ഏതും യോഗ്യമല്ലല്ലോ ഭക്തർക്ക് ഈ ഭുവതിൽ പാർപ്പാൻ. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഈ ഐഹിക ലോകത്ത് ജീവിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ദൈവത്തിൻ്റെ വചനം. നമ്മൾ ഈ ലോക ജീവിതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് കഴിഞ്ഞാൽ വല്ല വിധേനയും കൂടാരമാകുന്ന ഈ ഭൗമഭവനം പൊളിഞ്ഞിട്ട് കൈപ്പണിയല്ലാത്ത ദൈവം ശില്പിയായി അടിസ്ഥാനമിട്ട ആ നിത്യഭവനത്തിലേക്ക് പോകാൻ വാഞ്ചിക്കേണ്ടവരാണ്. ഇളകാത്ത രാജ്യമാണ് നാം പ്രാപിക്കുവാൻ കാത്തിരിക്കുന്നതെന്നൊക്കെ വേദപുസ്തകത്തിൽ ഇങ്ങനെ നിരവധി അനവധിയായി പറയുമ്പോൾ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി നമുക്കൊരു സഹായം വേണം എന്നാണ് ഇവരൊക്കെ പറയുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടരുത്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ ദൈവസഭയ്ക്ക് കഴിയുന്നില്ലേ? കർത്താവ് എല്ലാ ദിവസവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരാ കൂടെ വേണ്ടത്? കോൺഗ്രസ് വേണോ? കമ്മ്യൂണിസ്റ്റ് കൂടെ വേണോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൺവെൻഷൻ വേദിയിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ വിഷമിക്കണ്ട, ഞാനും എൻ്റെ പാർട്ടിയും കൂടെ ഉണ്ടെന്ന് പറയുമ്പം ആവേശത്തോടെ സന്തോഷം കൊള്ളുന്നു.
ഒരു കോൺഗ്രസ്സുകാരൻ വന്ന് എന്ത് സംഭവിച്ചാലും പെന്തക്കോസ്തുകാർക്കൊപ്പം ഞങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ എന്ന് പറയുന്നു. എന്നാൽ സാക്ഷാൽ പ്രാണനെ തന്ന കർത്താവ് ലോകാവസാനത്തുള്ള എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? എത്ര സങ്കടകരമായ അവസ്ഥയാണിത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നെന്ന് ദൈവവചനം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല വിശ്വാസികളെ? അതുകൊണ്ട് വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന നേതാക്കന്മാരാണ് ഇന്ന് ആത്മീയ നേതൃത്വത്തിന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നത്. ഇനി ഏറ്റവും ഗൗരവമുള്ള ഒരു ചിന്ത കൂടെ നിങ്ങളോട് പറയാം. എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് MLA ആയിക്കൂടാ, എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് MP ആയിക്കൂടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. MLA MP എന്നൊക്കെ പറയുന്നത് ഒരു ഔദ്യോഗിക പദവിയാണല്ലോ, നമുക്കതറിയാം. ആ പദവിയിലേക്ക് ഒരു ദൈവ പൈതൽ എത്തി എന്നിരിക്കട്ടെ, ഒരു പെന്തക്കോസ്തുകാരൻ എത്തി എന്നിരിക്കട്ടെ. ആ ദൈവ പൈതലിന് ചെറിയ കാലം മുതൽ സൺഡേ ക്ലാസ് പഠിക്കുന്ന പ്രായം മുതൽ അവനെ പഠിപ്പിച്ച ദൈവവചനത്തിന്റെ പ്രമാണങ്ങളും ദൈവവചനത്തിന്റെ പഥ്യോപദേശങ്ങളും അവന്റെ തലച്ചോറിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ നാളെ ഒരു MLA MP ഒക്കെ ആയി അധികാരമേറ്റ് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ പഠിച്ചു വളർന്ന ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയം നടത്തുവാൻ ഒരു ദൈവ പൈതലിന് സാധിക്കുമോ? നിങ്ങൾ പറയൂ. ഓക്കെ, ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒക്കെ ഈ അധികാര സ്ഥാനങ്ങളിൽ വിശ്വാസികളായിട്ടുള്ളവരുണ്ടാകാം. അമേരിക്കയിലോ UK-ലോ മറ്റ് യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം ദൈവമക്കൾ ശ്രദ്ധിക്കണം. അവിടെ ആഹ്വാനം ചെയ്യുന്ന പോലെ അല്ല കേരളത്തിൽ ആഹ്വാനം ചെയ്യുന്നത്. കേരളത്തിലെ രാഷ്ട്രീയം പുറം രാജ്യങ്ങളിൽ കാണുന്ന രാഷ്ട്രീയത്തെ പോലെയല്ല. നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന രാഷ്ട്രീയം, ഇവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഈ മുമ്പിലിരിക്കുന്ന വലിയ ജനത്തെ ആഹ്വാനം ചെയ്താൽ അതിൻ്റെ പിന്നിൽ വലിയ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന വിശ്വാസികളായ അമ്മമാരും അപ്പന്മാരും ഞാൻ ഈ പറയുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൺഡേ ക്ലാസ്സിൽ വിട്ടു. അവർ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പോകാതെ, അവർ ലോകത്തിൻ്റെതായ ആഡംബരങ്ങളിൽ പോകാതെ, അവർ അടിപിടിയിലോ മറ്റ് പ്രശ്നങ്ങളിലോ പോകാതെ, അവർ മാതാപിതാക്കൾക്കും ദൈവത്തിനും ദൈവസഭയ്ക്കും പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി വളരണമെന്ന് ആശിച്ച് നിങ്ങൾ അവരെ സൺഡേ ക്ലാസ്സിന് വിട്ടു, VBSന് വിട്ടു, വചനം പഠിപ്പിച്ചു, അവരെ ആരാധനയ്ക്ക് കൊണ്ടുവന്നു. എല്ലാ ദിവസവും അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ ദൈവ വഴിയിട്ട് പോകലെന്ന് കരഞ്ഞ് ജീവിക്കുന്ന നിങ്ങളുടെ മക്കൾ ഈ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുടെ ആഹ്വാനം കേട്ടിട്ട് നാളെ നിങ്ങളുടെ മക്കൾ, കാരണം നിങ്ങളിത് ആ നേതാവ് ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കിക്കാണും. നിങ്ങളെ നോക്കിയപ്പോൾ നിങ്ങളിരുന്ന് ഹല്ലേലൂയ ആമേൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കൈയടിക്കുന്നത് മക്കൾ കണ്ടു. അപ്പം അവർക്ക് സന്തോഷമായി. അവർ നാളെ ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയാൽ, ഞങ്ങളുടെ പാസ്റ്റർ ഇതിന്, ഞങ്ങളുടെ നേതൃത്വമല്ല ഇതിന് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഇറങ്ങിയാൽ, നാളെ ഇവൻ തെരുവിൽ കൊടി പിടിച്ച് എതിർ പാർട്ടിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി ഏതെങ്കിലും ഒരു തെരുവിൽ ഇവൻ രക്തസാക്ഷിയായി മാറിയാൽ നിങ്ങൾ സഹിക്കുമോ? പറയൂ. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ വളർത്തി വലുതാക്കി പഠിപ്പിച്ചത് ഈ തെരുവിൽ വെട്ടുകൊണ്ട് ചാകാനാണോ? ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ അക്രമ രാഷ്ട്രീയം സത്യമല്ലേ? അതിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇറക്കി വിടണം. അത് തെറ്റാണെന്ന് പറയരുത്. അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്ന ഈ പിശാച് പിടിച്ചവന്മാർ, ഈ ചെകുത്താന്മാർ നിങ്ങളുടെ തലമുറയെ നശിപ്പിക്കുന്ന ആഹ്വാനമാണ് ഈ കൊടുക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, തലച്ചോറൊന്ന് പ്രവർത്തിച്ചു നോക്ക്. വല്ലവിധേനെ നമ്മളെല്ലാവരും നിത്യതയിൽ എത്തണം എന്ന് പ്രസംഗിച്ചിരുന്ന പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് 2026 എത്തി നിൽക്കുമ്പോൾ വല്ലവിധേനെ നമ്മളൊന്ന് നിയമസഭയിലെത്തണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം മാറുന്നത് ലജ്ജാകരമല്ലേ ദൈവമക്കളെ? അപ്പോ ഒരു വിശ്വാസിയായൊരു ദൈവ പൈതൽ കൊടി പിടിക്കാൻ ഇറങ്ങുന്നു. അവന്റെ നേതാവ് വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യം അവൻ ഏറ്റു പറയേണ്ടി വരുന്നു. ഓപ്പോസിറ്റ് ഉള്ളവനെ അസഭ്യം പറയേണ്ടി വരുന്നു. ഇതെല്ലാം ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഇവൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒന്ന്. 2, ഇനി MLA ആയെന്നിരിക്കട്ടെ, MP ആയെന്നിരിക്കട്ടെ, ശബരിമലയിൽ ഒരു പ്രശ്നം ഉണ്ടായി, MLA അവിടെ എത്തണം, പോകേണ്ടി വരില്ലേ? ഒരു അമ്പലത്തിലെ ഏതെങ്കിലും ഉത്സവ പരിപാടിക്കോ ഒരു പള്ളിയിലെ മറ്റേതെങ്കിലും പരിപാടിക്കോ അങ്ങനെ മറ്റേതെങ്കിലും ഒരു സമ്മേളനത്തിനോ വിളിച്ചാൽ ഈ ദൈവ പൈതൽ അവിടെ പോകേണ്ടി വരില്ലേ? അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ഇന്ന് VD സതീശനും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരും നമ്മുടെ സ്റ്റേജിൽ വന്ന് പുകഴ്ത്തി അടിക്കുന്ന പോലെ അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ദൈവത്തെയും, മുസ്ലിം പള്ളി ചെല്ലുമ്പോൾ അള്ളാഹുവിനെയും, ക്രിസ്ത്യാനി പള്ളി വരുമ്പോൾ യേശുവിനെയും, അങ്ങനെ പോകുന്നിടത്ത് അതാത് തരം നോക്കി ഉയർത്തി പറയാതെ ഒരുത്തന് ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കുമോ? ഇനി അടുത്തത്, എല്ലാ മനുഷ്യരെ ഒരുപോലെ കാണാനും എല്ലാവരെയും ഒന്നുപോലെ ചേർത്ത് പിടിക്കാനും ഒന്നുപോലെ സ്നേഹിക്കാനും എല്ലാവരോടും ഒന്നുപോലെ ഇടപെടാനും പഠിപ്പിക്കുന്ന ദൈവവചനം ഒരു ഭാഗത്തിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ, ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA ആയിട്ടാണ് പെന്തക്കോസുകാരൻ്റെ തലമുറ നാളെ കയറുന്നതെങ്കിൽ ദൈവമില്ല എന്ന് പറയുന്ന ആശയത്തെ അംഗീകരിക്കാതെ അവൻ ആ പാർട്ടിയിൽ തുടരാൻ സാധിക്കുമോ?
ഇനി അങ്ങനെ സാധിച്ചാൽ തന്നെ എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ്സുകാർക്കെതിരെ പ്രവർത്തിക്കാതെ അവൻ ആ രാഷ്ട്രീയത്തിൽ തുടരാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കാലുമാറി കോൺഗ്രസിലേക്ക് ചാടേണ്ടി വന്നാൽ ചാടാതെ അവൻ ആ രാഷ്ട്രീയത്തിൽ തുടരാൻ സാധിക്കുമോ? ദൈവവചനത്തിൻ്റെ പഥ്യോപദേശം വിടാതെ പ്രമാണത്തിൽ ഉപദേശത്തിൽ നിന്നുകൊണ്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തുടരാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? അപ്പോൾ ഈ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കളെ പറയാൻ ദൈവവചനമോ പഠിപ്പിക്കാൻ ഉപദേശമോ വേദപുസ്തകത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല. ഇതൊന്നും പറയാൻ ഇപ്പം നമ്മുടെ ആളുകൾക്ക് നേരമില്ല. വചനം പ്രസംഗിക്കാൻ നേരമില്ല. രക്ഷയുടെ സന്ദേശം വിളിച്ചു പറയാൻ നേരമില്ല. കർത്താവ് വരാറായെന്ന് പറയാൻ നേരമില്ല. മര്യാദയ്ക്ക് മാനസാന്തരപ്പെടണമെന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ല. ഇതൊന്നും പറയാനില്ലാതെ ഈ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെയും അവർ പൊതിഞ്ഞു പിടിച്ച് ഉപദേശത്തിന് വേണ്ടി നിലനിൽക്കാൻ വേണ്ടി കരഞ്ഞും പ്രാർത്ഥിച്ചും വളർത്തി വലുതാക്കിക്കൊണ്ടുവരുന്ന മക്കളെ ഈ തെരുവിൽ രക്തസാക്ഷികളായി തല്ലുകൊണ്ട് ചാകാൻ വലിച്ചെറിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്ന ഈ ചെകുത്താൻ്റെ ഉപദേശം ദയവായി ദൈവമക്കളെ നിങ്ങൾ പിൻപറ്റരുത്. നിങ്ങൾ പിൻപറ്റരുത്. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് 100% നേരോടെ സത്യസന്ധതയോടെ എതിർപക്ഷത്തുള്ളവനെ വിരോധിക്കാതെ സത്യസന്ധമായ നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് ഈ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, വിദേശത്ത് ചിലപ്പോൾ ആ സ്ഥാനങ്ങളിൽ ദൈവമക്കളായിട്ടുള്ളവരുണ്ടാകും. പക്ഷെ അവിടുത്തെ നിയമമല്ല ഇവിടുത്തെ നിയമം. അവിടെ രാഷ്ട്രീയക്കാരൻ്റെ റെക്കമെൻഡ് കൊണ്ടോ ഏതെങ്കിലും കതറൊടുപ്പിട്ടോ വന്ന് ചാടിക്കയറി എന്തെങ്കിലും പറഞ്ഞാലോ ഒക്കെ എന്നാൽ പിന്നെ കൊലപാതകം എങ്ങി ഇറക്കി വിട്ടേരെന്ന് പറയുന്ന രാഷ്ട്രീയമല്ല വിദേശത്തെ പല രാജ്യങ്ങളിലും ഉള്ളത്. അവിടെ ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ പരിമിതികളും ലിമിറ്റേഷൻസ് ഉണ്ടാകും. ഇവിടെ അങ്ങനെ അല്ല. ഈ കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിലേക്ക്, നിയമസഭയിലേക്ക്, രാജ്യസഭയിലേക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകണമെന്ന് പറഞ്ഞയച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും അതിനുവേണ്ടി അവരെ ഇറക്കണമെന്നും അത് ദൈവാത്മാവാണെന്നും ഒക്കെ പറയുകയാണ്. ഇത്തരം ചെകുത്താന്മാർ നിങ്ങളുടെ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്ന് ദയവായി വിശ്വാസ സമൂഹം തിരിച്ചറിയണം. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ അന്തം വിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ വിശ്വാസികളെ നിങ്ങളുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഈ വിശ്വാസികൾ എന്തുകൊണ്ടാണ് ഈ വിഡ്ഢിത്തരങ്ങളും വിവരക്കേടും എല്ലാം കേൾക്കുമ്പോൾ മിണ്ടാതിരുന്ന് കൈയടിക്കുന്നത്? ഇങ്ങനെ ഞങ്ങളെ ലോകത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ എന്തുകൊണ്ട് വിശ്വാസികൾ ഇനിയും തയ്യാറാകുന്നില്ല? നിങ്ങൾ ആരെ പേടിച്ചാണ് ഈ മൗനം പാലിക്കുന്നത്? ഞങ്ങളെ നിത്യതയോട് അടുപ്പിക്കുന്ന നേതൃത്വമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളെ ദൈവരാജ്യത്തോട് അടുപ്പിക്കുന്ന പഠനമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കുന്ന പാസ്റ്റേഴ്സിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറയും ലോകത്തോട് അടുപ്പിക്കുന്ന, ലോകത്തിലേക്ക് വലിച്ചു കെട്ടാൻ ശ്രമിക്കുന്ന ഈ ചെന്നായ്ക്കളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ എന്തുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? ഇനി ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഉടനെ പറയും വിമർശനം. ഞാൻ ഈ പറഞ്ഞത് വിമർശനമാണോ അതോ സത്യമാണോ? ഇത് വിമർശനമല്ല പ്രിയപ്പെട്ടവരെ, സത്യമാണ്. നിങ്ങളുടെ കണ്ണ് തുറക്ക്. ഉടനെ പറയും ടി ജെ ശമുവേലിനെ വിമർശിക്കാൻ ഷമീർ കൊല്ലം ആരാ, ബാബു ചെറിയാനെ വിമർശിക്കാൻ താൻ ആരാ? ഇവിടെ ബാബു ചെറിയാൻ ആരാണെന്നോ ടി ജെ ശമുവേൽ ആരാണെന്നോ ഒന്നും അല്ല നമ്മുടെ വിഷയം. ഈ ദൈവജനത്തെ പഠിപ്പിക്കുന്ന ഇത്തരം പൊട്ടത്തരങ്ങൾ ദൈവവചന പ്രകാരം ശരിയാണോ എന്ന് പരിശോധിക്കുന്ന അവരെ ആരും വിമർശിക്കല്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും പറഞ്ഞുകൊണ്ട് വരുമോ അവരൊക്കെ ചെയ്തതിൻ്റെ അത്രയും പ്രവർത്തനം താൻ ചെയ്തിട്ടുണ്ടോ, താൻ ആരാ, അവരാരാന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പിശാചിനെ എങ്ങനെ ശാസിക്കാൻ കഴിയും? പറയൂ. ഒരു കാലത്ത് ദൂതനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന ആള് ഇപ്പം ഇച്ചിരി പിശാചായിപ്പോയി അതുകൊണ്ട് ഒന്നും പറയല്ലേ എന്ന് പറയുന്ന തിയോളജി ശരിയാണോ? ആണോ? ഇന്നലെ വരെ നല്ലത് പഠിപ്പിച്ച എത്രയോ ആളുകൾ ഇന്ന് പഠിപ്പിച്ചതിന് വിപരീതമായി പഠിപ്പിച്ച് ഈ കൃപയിൽ നിന്ന് വീണുപോയ പടക്കളമാണിത്. ഒരു കാലത്ത് ഇതേ പെന്തക്കോസ്തിൻ്റെ അകത്ത് ശക്തമായി പ്രസംഗിച്ചിരുന്ന, ഉപദേശം പഠിപ്പിച്ചിരുന്ന ആളുകളൊക്കെ തന്നെയല്ലേ ഈ സജിത്ത് കണ്ണൂരും ഈ ജോൺ ലോറൻസും ഇന്ന് ഈ കൃപയിൽ നിന്ന് വീണുപോയ ഈ ഫയർ വിങ്സിലെ ഈ വിക്രികൾ കാട്ടിക്കൂട്ടുന്നവരെല്ലാം ഒരു സമയത്ത് ശക്തമായി ഉപദേശം പ്രസംഗിച്ചവരല്ലേ? അതുകൊണ്ട് അവർ ഇന്ന് അതിന് വിപരീതമായി പഠിപ്പിച്ചാൽ അംഗീകരിക്കണമെന്നാണോ? ആണോ? എങ്ങോട്ടായി പോകുന്നത്? ദയവായി വിശ്വാസ സമൂഹത്തോട് കൈകൂപ്പിക്കൊണ്ട് പറയുക, 10ാം ക്ലാസ്സിൽ നിന്ന് അംഗൻവാടിയിലേക്ക് പോകുന്ന പോക്കായത്. ഈ പോക്കിന് തടയിടണമെങ്കിൽ ഒരു ഷമീർ കൊല്ല ഇരുന്ന് വീഡിയോയിൽ സംസാരിച്ചത് കൊണ്ട് അവർ നന്നാവുമോ തിരുത്തപ്പെടുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇല്ലില്ല, അവരെ നന്നാക്കാൻ അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. സത്യമായ വചനം, പഥ്യമായ വചനം പഠിച്ച് പിതാക്കന്മാർ കാണിച്ചു തന്ന ആ നിത്യതയിലേക്ക് എത്തപ്പെടണമെന്ന് ആശിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് വന്ന
ഒരു കസേരയോ ഒരു അധികാരമോ ഒന്നും ആശിക്കാതെ വല്ല വിധേനയും കുറുകിഞ്ഞിറങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്ന് ആശിക്കുന്ന ഒരു കൂട്ടം ദൈവജനം എന്നെ കേൾക്കുന്നുണ്ട്. അവരാ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നത്. ഞാൻ അവരോടാണ് പറയുന്നത്. ബാക്കിയുള്ള നിങ്ങൾ ആരും ഇത് കേൾക്കണ്ട, നിങ്ങൾ വെറുത്തോളൂ. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് കൈകൂപ്പി പറയുക, ഇനിയും നിങ്ങൾ മൗനം പാലിക്കരുത്. നിങ്ങൾ അധ്വാനിച്ച് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നിങ്ങൾ ജീവിക്കുന്നവരല്ലേ വിശ്വാസികളെ? നിങ്ങൾ അധ്വാനിക്കുന്ന പൈസയുടെ നന്മ നിങ്ങൾ ചർച്ചിൽ അങ്ങോട്ടല്ലേ കൊടുക്കുന്നത്, അല്ലാതെ ഇവരാരും ഇങ്ങോട്ട് തന്ന് നിങ്ങളെ പോഷിപ്പിക്കുമല്ലോ. അപ്പം നിങ്ങളാണ് ഒരു പാസ്റ്ററെ ചർച്ചിൽ നിലനിർത്തുന്നത്. വിശ്വാസികൾ മനസ്സിലാക്കാനാണ് പറയുന്നത്. ഒരു ചർച്ചിൽ ഒരു പാസ്റ്ററെ നിലനിർത്തുന്നത് നിങ്ങളാണ്. നിങ്ങളില്ലെങ്കിൽ ആ പാസ്റ്റർ ഇല്ല. അപ്പം നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ റൈറ്റ് ഉണ്ട്. നിങ്ങൾ പറയണം, ഈ വിഡ്ഢിത്വം വിവരക്കേടും പഠിപ്പിച്ച് ഞങ്ങളെ ലോകത്തിലേക്ക് അടുപ്പിക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ ഇനിയെങ്കിലും വിശ്വാസ സമൂഹം ശബ്ദം ഉയർത്തണം. ഇല്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ ലോകം ഭരിക്കാനുള്ളവരെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് ചെയ്തോട്ടെ. എതിർ പാർട്ടിക്കാർക്കെതിരെ പ്രവർത്തിക്കാൻ നേതാവ് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ നേതാവ് ഒരു വൃത്തികേടിൽ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു, കൂടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്ന പാർട്ടിക്കാരന് ഞാനത് ചെയ്യത്തില്ല, ഞാൻ പെന്തക്കോസുകാരനെന്ന് പറയാൻ ഒക്കുമോ? അങ്ങനെ ഒന്ന് നിന്നുകൊണ്ട് ഇവിടെ ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല. വീണത് വിദ്യയാക്കിയും അവിടെ ഇവിടെയും തല കാണിച്ചും നിൽക്കുന്നവർക്കേ ഇത് പറ്റുള്ളൂ. അപ്പം ഈ നേതാക്കന്മാർക്ക് അത് പറയാൻ പറ്റും. കാരണം ഇവർ ഈ ആത്മീയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ. തലയും വാലും കാണിക്കുന്ന ഇരട്ടത്താപ്പാണ് ഇവർ ഈ ആത്മീയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കത് പറ്റും. കാരണം ഇവർക്ക് വചനമോ പഥ്യോപദേശമോ ഒന്നും ഇവർക്ക് ബാധകമല്ല, ഇവർക്കത് പറ്റും. പക്ഷെ നിത്യതയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ച് കുടുംബക്കാരെയും സമുദായക്കാരെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയും വിട്ട് നിന്ന അനുഭവിച്ച് പരിവാസം അനുഭവിച്ച് ഉപദ്രവം സഹിച്ച് പെന്തിക്കോസ് പുന്തുക്കോസ് പന്തക്കോസ് എന്നുള്ള ആക്ഷേപം കേട്ട് ഇതെല്ലാം സഹിച്ച് ഇറങ്ങി തിരിച്ചവർ ദയവ് ചെയ്ത് വേദനയോട് പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ വായടയ്ക്കാൻ വേണ്ടി വേദികൾ വിലക്കാൻ ഇവർക്ക് പറ്റും. പക്ഷേ എനിക്ക് പറയാനുള്ള അവസരം ഇതാണ്. കേൾക്കാൻ എൻ്റെ മുമ്പിൽ ജനങ്ങളുമുണ്ട്. ഒരു സ്വാർത്ഥതയ്ക്കും വേണ്ടിയല്ല ഈ പറയുന്നതെന്ന് പച്ചവെള്ളം പോലെ നിങ്ങൾക്കറിയാം. എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ മറ്റുള്ള ഏതെങ്കിലും സഹോദരങ്ങളുടെ എന്തെങ്കിലും സങ്കടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്കൊരു നന്മ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഈ ചാനലിലൂടെ ഞാൻ പിരിവൊന്നും നടത്തിയിട്ടില്ല ഇന്നയോളം. എൻ്റെ മുമ്പിൽ എന്നെ കേൾക്കുന്ന ദൈവജനം നിത്യതയിലെത്തണം. അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കി കർത്താവ് ജീവനെ തന്ന് ഈ കണ്ട പീഡനം മുഴുവൻ അനുഭവിച്ചത് നിന്നെ MLA MP ആക്കാനല്ല എന്നുള്ള തിരിച്ചറിവെങ്കിലും ദയവായി ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് വഴിതെറ്റിക്കുന്ന ഈ നേതാക്കന്മാരുടെ കീഴിൽ ഇനിയും നിങ്ങൾ കൈയടിക്കാൻ ഇരുന്നു കൊടുത്താൽ നിങ്ങൾ നിത്യതയിലെത്തൂല ദൈവമക്കളെ, എത്തൂല. അതുകൊണ്ട് ഇനിയെങ്കിലും ശബ്ദമുയർത്തുവാൻ, സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുവാൻ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ ദൈവമക്കൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ എൻ്റെ പ്രതികരണം രേഖപ്പെടുത്തുന്നു. താല്പര്യമുള്ളവർക്ക് കാണാം, താല്പര്യമില്ലാത്തവർക്ക് ഈ ചാനൽ ബ്ലോക്ക് ചെയ്ത് പോകാം. പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.